ഇന്ന് മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിൽ പാലായിലെ പൂവരണിയിൽ ജനിക്കുകയും പിന്നീട് ക്രിസ്ത്യൻ സഭയ്ക്ക് കീഴിലുള്ള കന്യാമഠത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയും കന്യാപദവി ലഭിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത ഒരു വ്യത്യസ്തമായൊരു വനിതയുടെ കഥയാണ് ഈ ഒരു പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ വിപ്ലവകരമായൊരു കഥ. പിന്നീട് അവർ മധ്യപ്രദേശിലേക്ക് പോയിട്ട് അവിടെയുള്ള ആദിവാസി ഗോത്രമായ ഗോണ്ടുകൾ എന്ന് പറയപ്പെടുന്നൊരു വിഭാഗമുണ്ട്. അവരുടെ കൂടെ അവർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് പച്ചവിരൽ എന്നാണ്. പച്ചവിരൽ, ദയാബായിയുടെ ആത്മകഥ എന്ന പേരിലാണിത് വന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. ഇത് നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് വായിച്ച് തീരാൻ കഴിയുന്ന അങ്ങനത്തെ പുസ്തകങ്ങളിൽപ്പെട്ട ഒരു ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരു വനിതയാണ് ദയാബായി എന്ന് പറയുന്നത്. എങ്കിലും അവർ ആ വിദ്യാഭ്യാസം തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയോ ചിലവഴിക്കാതെ അത് ഒരു സമുദായത്തിന് വേണ്ടി, ഗോണ്ടുകൾ എന്ന് പറയപ്പെടുന്ന അതുപോലെ വ്യത്യസ്തമായ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് അങ്ങനെ അവരുടെ പ്രിയപ്പെട്ട ആളായി മാറിയ വ്യത്യസ്ത കഥയാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല അവരുടെ ഈ ഡ്രസ്സ് പോലും ഈ ഗോത്രവർഗത്തിൻ്റെ ഡ്രസ്സായി മാറി, അവരുടെ ഭക്ഷണം പോലും അവരുടെ ഭക്ഷണമായി തീർന്നു എന്നൊക്കെ ഈ കഥയിൽ തന്നെ ഇവരുടെ ആത്മകഥയിൽ തന്നെ ഈ ബുക്കിൽ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ജീവിതം തന്നെ അങ്ങനെ ആയി മാറുകയാണ്. ഭക്ഷണ രീതി മാറിയിട്ടുണ്ട്. അതുപോലെ ഇരിപ്പ്, കിടപ്പ് എല്ലാം ദരിദ്രവാസികളോടൊപ്പമുള്ള ജീവിതം ദരിദ്രരായി തന്നെ ജീവിക്കുക എന്നുള്ള വ്യത്യസ്തമായ കൺസെപ്റ്റിലേക്കാണ്. ഇന്നും അവർ കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുകയാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. മാത്രമല്ല അവരുടെ ജീവിതം ഒരു ദാർശനിക ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമെന്ന പോലെ, അതായത് ഇന്ത്യൻ മിസ്റ്റിക്ക് ജീവിക്കുന്നത് പോലെയുള്ള ജീവിതമായതുകൊണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങൾ അവർക്ക് അത്രയും ബഹുമാനം നൽകിയിട്ടാണ് ഇന്നും അവരെ ആദരിച്ചു പോരുന്നത് എന്നതുകൂടി ഈ പുസ്തകത്തിൻ്റെ കണ്ടലിൽ നമുക്ക്